നമ്മളിന്ന് പരിചയപ്പെടുന്നത് കീർത്തി നായരെയാണ്. അപ്പം കീർത്തി നായരെ ഞാൻ പരിചയപ്പെടുത്തുന്നതിനേക്കാളും നല്ലത് കീർത്തി എന്താണെന്ന് നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് വേണമല്ലോ. കീർത്തി ഒന്ന് പരിചയപ്പെടുന്നതായിരിക്കും നല്ലത്. കീർത്തിയെ പറ്റി കീർത്തി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് കീർത്തി. ഞാൻ കൊച്ചിയിലെ ബേക്കറാണ്. ഇതിനു മുമ്പ് ഞാൻ BSc നേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു പാഷൻ, പിന്നെ മറ്റ് ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു ബേക്കിംഗ് മേഖലയിലേക്ക് വരുന്നത്. അതിൽ വന്നപ്പോൾ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊന്നും ഒരു 10 വർഷം മുൻപാണ്. അന്ന് നമ്മുടെ നാട്ടിലൊന്നും ബേക്കിംഗ് ഇത്രയും വിപുലമായിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർ ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓവനുകളുള്ള വീടുകൾ തന്നെ ചുരുക്കമായിരുന്നു എന്ന് പറയാം. ആ സമയത്താണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കേക്കിൽ നിന്ന് വ്യത്യസ്തമായ കേക്കുകൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നും ആണ് ബേക്കർ ആയത്. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പണ്ട് കൊച്ചിലേ മുതൽ കണ്ടുകൊണ്ടിരുന്ന കുക്കിങ്ങിലൊക്കെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കൈരളിയിലെ ലക്ഷ്മി നായർ മാമിൻ്റെ പ്രോഗ്രാമൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വലുതായി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. അങ്ങനെയാണ് ഒരു പ്രായം കഴിഞ്ഞ് ഇപ്പം നഴ്സിംഗ് വേണോ, ഇത് ഒരു ബേക്കിംഗ് ഇതിലേക്ക് വന്നപ്പോൾ ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം വന്നപ്പോൾ ശരി ബേക്കിംഗ് ആണ് അല്ലെങ്കിൽ കുക്കിംഗ് ആണ് എൻ്റെ ഒരു പാഷൻ, എൻ്റെ ഒരു മേഖല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ കുഞ്ഞുങ്ങൾ ഇരട്ട കുട്ടികളായിരുന്നു. അവരെ വിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ വയ്യാത്തൊരു സാഹചര്യങ്ങളും കൂടെ വന്നു. അതായത് അറിയാമല്ലോ, നഴ്സുമാരാകുമ്പോൾ 24 hours നമുക്ക് വർക്ക് വരും, അല്ലെങ്കിൽ 24 hours അല്ല, നമ്മുടെ ആ വർക്കിംഗ് പാറ്റേൺ അറിയാമല്ലോ. അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇരട്ട കുട്ടികളാണ്, അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴേക്കും വീട്ടിൽ നിന്ന് തന്നെ ഒരു സംരംഭമായിട്ട് ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അത് ആദ്യം ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി കൂടുതൽ ആൾക്കാർ വന്നു. പിന്നെ അതിനേക്കാളൊക്കെ അതിൻ്റെ ഒരു പാറ്റേൺ ആയിരുന്നു. അതായത് ഒരാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കേക്ക്, അത് അന്നൊക്കെ എന്താ പറയുന്നത്, ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് മാത്രം കണ്ട് ശീലിച്ചിരുന്ന മലയാളികൾക്കിടയിലേക്കാണ് നമ്മൾ തീം കേക്ക് എന്നൊരു പ്രമേയം കൊണ്ടുവരുന്നത്, ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് പെട്ടെന്ന് സക്സസ്ഫുള്ളായി. എല്ലാവരും നമ്മളെപ്പറ്റി സോഷ്യൽ മീഡിയ വഴി അറിയാൻ തുടങ്ങി. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിരുന്നു. അങ്ങനെ നമ്മളെപ്പറ്റി ഇങ്ങനെ അറിയാൻ തുടങ്ങി. അങ്ങനെ പടിപടിയായിട്ടാണ് ആ ഒരു ബേക്കർ എന്നുള്ള ഒരു പ്രൊഫഷൻ, പാഷൻ എല്ലാം കൂടെ ഇതിലേക്ക് അന്ന് തുടങ്ങിയ നിമിഷം മുതൽ ഈ നിമിഷം വരെ എൻ്റെ ആ ഒരു പാഷന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഒരു മെയിൻ ഘടകം. നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ഞാൻ ചെയ്ത കേക്കുകളിൽ വളരെ ചുരുക്കമായിട്ട് 1-2 ഡിസൈൻ മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് കസ്റ്റമേഴ്സ് പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട്, അല്ലാതെ ഇന്ന് വരെ ഒരു ഇതുപോലും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വളരെ കെമിക്കൽ ഫ്രീ ആയിട്ട്, പിന്നെ എന്താ പറയുക, പ്രിസർവേറ്റീവ്സ് ഫ്രീ ആയിട്ട്, നമുക്കൊരു 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് തൊട്ട് കഴിക്കാൻ പറ്റുന്ന പോലെ ഓരോരുത്തർക്കും കൊടുക്കുന്ന കേക്കുകൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കേക്കുകളായാലും ബേക്ക്ഡ് ഐറ്റംസ് ആയാലും ബിസ്ക്കറ്റ്സ് ആയാലും കുക്കീസ് ആയാലും അങ്ങനെ എന്ത് ഐറ്റംസ് നമ്മൾ ആളെ അറിഞ്ഞിട്ടാണ് ചെയ്തു കൊടുക്കുക. ഒരു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുന്ന പോലെ അവരുടെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് പ്രായമായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഷുഗർ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, അതൊക്കെ വെച്ചിട്ടായിരിക്കും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഏജിലൊക്കെ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇതായിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഷുഗർ കുറയ്ക്കണോ കൂട്ടണോ, ഷുഗർ ആഡ് ചെയ്യാതെ ചെയ്യണോ, അങ്ങനെ പല രീതിയിലുള്ള ബേക്കിങ്ങിലേക്ക് നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ നോക്കിയാൽ ഇതൊക്കെയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോലുള്ള അതേ ക്വാളിറ്റിയിലുള്ള ഫുഡാണ് നമ്മൾ ഈ 10 വർഷമായിട്ടും അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് എന്നെ പറ്റിയുള്ള വിശേഷം. കീർത്തിയെ പറ്റി പറയുമ്പോൾ എനിക്കറിയാവുന്ന കീർത്തി ബേക്കിംഗ് മേഖലയിൽ മാത്രം, നേഴ്സിംഗ് മേഖലയിൽ നിന്ന് വന്ന കീർത്തി ബേക്കിംഗ് മേഖലയിലേക്ക് വന്നു. ബേക്കിംഗ് മേഖല മാത്രമല്ല, കീർത്തിയുടെ മേഖല കുറച്ചും കൂടി വിപുലമാക്കിയിട്ടുണ്ട്. കീർത്തി ഒരു വേഴ്സാറ്റിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് കീർത്തിക്ക് പറയാനുള്ളത്? വേറെ ഏതൊക്കെ മേഖലയിലാണ് കീർത്തി ഇങ്ങനെ വ്യാപിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്? ബേക്കിംഗ് അല്ലാണ്ട് ഞാൻ ചെയ്ത് പല ബിസിനസ്സുകൾ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. എനിക്കതിൽ എത്രത്തോളം എത്തിപ്പെടാൻ പറ്റാറുണ്ടെന്ന് നോക്കാറുണ്ട്. എനിക്കത് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് മാറാറുണ്ട്. അങ്ങനെ നോക്കിയാൽ കൊറോണ ടൈമിൽ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റൻറ്റ് മീൻ മസാലയാണ്. അതായത് അന്ന് ആ സമയത്ത് എല്ലാവർക്കും പുറത്തു പോകാനോ ഫുഡ് ഒന്നും അത്ര വെളിയിൽ നിന്ന് വാങ്ങാനോ അങ്ങനൊന്നും പറ്റാതിരുന്ന ഒരു സമയത്ത്
എല്ലാം, അതായത് മീൻ വെട്ടി കഴുകി കൊടുക്കുന്ന ആൾക്കാരുണ്ട് കൊച്ചിയിൽ. അപ്പൊ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ മസാല എന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ പാക്കറ്റ് കട്ട് ചെയ്ത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ കറിയായി. ഒരു പോട്ട് മാത്രം മതി, ഒരു സ്റ്റവും മതി. അപ്പോ അത് നല്ല സക്സസ് ആയിരുന്നു. കുറെ ഇത് നല്ല ഒത്തിരി ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്കത് മടുത്തു. ലാഭമില്ലാഞ്ഞല്ല, പക്ഷെ അതിനെ കേക്കിനെ ഒക്കെ അപേക്ഷിച്ച് എപ്പോഴും എന്റെ മെയിൻ കോൺസെൻട്രേഷൻ കേക്ക് തന്നെയാണ്. അപ്പൊ കേക്കിനെ അപേക്ഷിച്ച് അതിനെ കുറെ കഷ്ടപ്പാട് കൂടുതലാണ്. മസാല ഉണ്ടാക്കല്, പർച്ചേസിങ്, അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഓൺലൈൻ മീൻ സൈറ്റുകളെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നത്. അപ്പൊ അവർ ത്രൂ ആണ് ഞാനത് കൊടുത്തത്. കൊറോണ ടൈം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിലുള്ള ഒരു പാഷനങ്ങ് പോയി. പിന്നെ ക്യാൻറ്റീനുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റുമല്ലോ. ഹോട്ടൽസ് ഒക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി ബൾക്കായിട്ട് കൊടുക്കാമോ എന്നുള്ളത്. അത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളൊരു വലിയൊരു ഉണ്ടെങ്കിലേ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഞാനത് പതിയെ അങ്ങ് നിർത്തി. പിന്നെ നമ്മള് പല ഇത് ചെയ്തു, കാറ്ററിംഗ് ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് പിന്നെ റിസോർട്ട് എല്ലാത്തിലും നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വിഷുവിന് നമ്മള് ഹാമ്പർ സെറ്റ് നമ്മള് ഒരു ചെറിയൊരു ഗിഫ്റ്റിംഗ് കമ്പനിയായിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതിന്റെ നടപടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബർത്ത്ഡേക്ക് ഇപ്പൊ വിഷുവിന് ചെയ്തത് വിഷുവിന് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ വെറൈറ്റി അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും അയക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ കണി വെക്കുന്ന രീതിയിൽ വാങ്ങി വെക്കാം. അത് നമുക്ക് നല്ലൊരു പിന്നെ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അതിന്. അത് വെളിയിൽ നിന്നുള്ള ആൾക്കാർ പോലും UK US പോലും ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരുന്നു ഫുൾ സെറ്റ് ആയിട്ടൊക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ അത് തന്നെ ഇനി ബർത്ത്ഡേ, ആനിവേഴ്സറി, ക്രിസ്മസ് ഫുൾ കിറ്റ് കൊടുക്കുക. അപ്പൊ എല്ലാത്തിന്റെ ആരും ഓരോന്ന് അന്വേഷിച്ച് പോകണ്ട, എല്ലാം കീർത്തിയുടെ കിറ്റിലുണ്ടാവും. ഒരു 600 രൂപ മുതൽ ഗിഫ്റ്റിംഗ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇപ്പൊ എല്ലാ എമൗണ്ടിലും കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ എമൗണ്ടിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരു ടീനേജ് പിള്ളേർ തൊട്ടുള്ളവരെ നമ്മൾ എയിം ചെയ്യുന്നുണ്ട്. അതൊരു 600 രൂപ തൊട്ട് പിന്നെ എത്ര രൂപ കസ്റ്റമൈസ് ചെയ്യാവുന്ന പോലുള്ള ഗിഫ്റ്റിംഗ് ഓപ്ഷൻ, ഒരു ഗിഫ്റ്റിംഗ് കമ്പനിയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ പേര് പിങ്ക് ഫോറസ്റ്റ് എന്നാണ്. പിങ്ക് ഫോറസ്റ്റ് എന്നാണ്. അതിപ്പോ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ഇപ്പൊ നമ്മുടെ പേജിൽ കൂടി അതിനി നമ്മള് പിങ്ക് ഫോറസ്റ്റ് എന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇതായിട്ട് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംരംഭക എന്ന നിലയിൽ, കാരണം സ്ത്രീകൾ സംരംഭക രംഗത്തേക്ക് പുരുഷന്മാരും വരുന്നത് പലരും 100 പേര് വന്നെങ്കിൽ 90 പേരും പരാജയപ്പെട്ട സംരംഭങ്ങൾ, ബിസിനസ് സംരംഭങ്ങളിലൊക്കെ വരിക. അപ്പം കീർത്തി സംരംഭക എന്ന നിലയിൽ പണം മുടക്കിയാണല്ലോ തുടങ്ങുന്നത്. ഒരു വിജയിയല്ലേ. എന്താണ് പുതുതായിട്ട് സംരംഭം തുടങ്ങുന്നവരോടൊക്കെ പറയാനുള്ള ചുരുങ്ങിയ വാക്കുകളിൽ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ സംരംഭം തുടങ്ങുക, അതിനുവേണ്ടി എത്ര വേണമെങ്കിലും ഏതറ്റം വരെയും കഷ്ടപ്പെടാൻ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു സംരംഭത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് പല എന്താ പറയുന്നത് തടസ്സങ്ങളും വന്നെന്നിരിക്കും, പല രീതിയിൽ വന്നെന്നിരിക്കും. അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓവർകം ചെയ്താലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു സംരംഭം വിജയിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് തയ്യാറായിരിക്കണം. ഓക്കെ. കീർത്തി നായരെ പരിചയപ്പെടുമ്പോൾ കീർത്തി ദേവിയായിരുന്നു, ദേവി എന്നായിരുന്നു വീട്ടിലൊക്കെ വിളിക്കുന്നത്. അപ്പോൾ കീർത്തി ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ നോട്ടത്തിൽ കീർത്തി ശരിക്കും ഒരു വിജയമാണ്, ഒരു മാതൃകയാണ് മറ്റ് പെൺകുട്ടികൾക്കും. കാരണം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നതുകൊണ്ടാണ് എല്ലാവരും തളർന്ന് പിന്നെ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയും എന്താ പരാജയപ്പെട്ടു പോകുന്നവരാ. പക്ഷേ കീർത്തി അങ്ങനെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും കീർത്തി അതിനെ അതിജീവിച്ച് കുറച്ചുകൂടി ശക്തിയായി മാറുക ചെയ്യുന്നത്. അപ്പം ജീവിതത്തിൽ പിന്നെ കീർത്തി പഠനം കഴിഞ്ഞു, നഴ്സിംഗ് മേഖലയിൽ പോയി, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം അങ്ങനെ ജീവിതത്തിന് കുറേ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, മറ്റ് പെൺകുട്ടികൾ ഇങ്ങനെ തളരാതെ പിടിച്ചു നിൽക്കാൻ അവർക്കുള്ള കീർത്തിയുടെ ഒരു പേഴ്സണൽ ലൈഫ് അറിയുന്നത് ഒത്തിരി ഡീപ്പായിട്ട് വേണമെന്നില്ല, പറയാൻ പറ്റുന്നത് പറയുക. കാരണം തളർന്നു പോകാതെ പിടിച്ചു നിൽക്കണം. അതിന് വേണ്ടത് ഒന്ന് വരുമാനമാണ്. അപ്പം കീർത്തി പറയുമ്പോൾ പറയുമല്ലോ. എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്, ഇപ്പോൾ വീട്ടമ്മയായിരിക്കാം, എന്നെ പരിചയപ്പെടുന്ന ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇപ്പം നിങ്ങളെല്ലാം വളരെ വലിയൊരു സംരംഭം തുടങ്ങി അല്ലെ കയ്യിൽ നിന്ന് അത്രയും എമൗണ്ട് ഇട്ട് വിജയിക്കാവുന്ന ഒരു സംരംഭം തുടങ്ങണം എന്നൊന്നും ഞാൻ പറയുന്നില്ല.
ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക്, ഒരു സ്ത്രീക്ക്, അവർക്ക് ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. പക്ഷെ പെണ്ണിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരാളെ ആശ്രയിക്കാതെ, അച്ഛനെയോ അമ്മയോ അതല്ലെങ്കിൽ ആങ്ങളെയോ ആശ്രയിക്കാതെ, നമ്മുടെ കയ്യിൽ ഒരു ഭർത്താവിനെയോ ആശ്രയിക്കാതെ, കയ്യിൽ ആരെയും തന്നെ ആശ്രയിക്കാതെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്കായി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ ഈ കഴിവില്ലാത്ത ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞ പോലെ എല്ലാ പെൺകുട്ടികളും കുക്ക് ചെയ്യുന്നവരാണ്. ചിലപ്പോൾ അതിൽ കഴിവുണ്ടാവാം, തുന്നലിൽ കഴിവുണ്ടാവാം. ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടാവില്ല. അതെങ്ങനെ വരുമാനമാക്കി മാറ്റാം എന്ന് വേണം അവർ ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരാളുടെ മുന്നിലും താഴ്ന്നു കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ നമുക്കൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് കൈ കെട്ടി നിൽക്കേണ്ട ഒരവസ്ഥയോ നമുക്ക് വരില്ല. അത് എൻ്റെ ലൈഫ് കൊണ്ട് പഠിച്ച പാഠമാണ്. അത് തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിലേ തൊട്ട് വളർത്തി വന്ന ഒരു ഇതുകൊണ്ട് കൂടെ ആയിരിക്കാം. സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് സമ്പാദിക്കണം, എവിടെയും താഴാൻ പാടില്ല, അങ്ങനെയൊക്കെ അമ്മയും അച്ഛനും പഠിപ്പിച്ച് തന്നതിൻ്റെ ഒരു ഇതിൽ തന്നെ ആയിരിക്കാം. എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ നമ്മുടെ സാഹചര്യങ്ങള്, ഇപ്പൊ ഞാൻ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ വന്ന് നിന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഭർത്താവിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ അന്നും നമ്മളെ ഏൺ ചെയ്യണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവിടുന്ന് നമ്മൾ കയറി വരണം. പിന്നെ ഏതൊരു അമ്മയെ സംബന്ധിച്ചും സ്വന്തം മക്കളാണ് മുന്നോട്ട് ജീവിക്കാനുള്ള. ഞാൻ ഈ പറഞ്ഞ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ പോയ ആളാണ് ഞാൻ. പോയിട്ടുണ്ട്. അങ്ങനെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തേനെ, അത്രയും ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്തു പോവും. കാരണം അത്രയ്ക്കും നമ്മൾ എങ്ങനെ സഹിക്കും. നമുക്ക് ഭർത്താവിന്റെ സപ്പോർട്ട് കിട്ടാവുന്നതുകൊണ്ടാണോ അതോ ഡിവോഴ്സ് ആയിരുന്നു, വളരെയധികം ബുദ്ധിമുട്ടി, വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ലൈഫായിരുന്നത്. അതിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ കുഞ്ഞുങ്ങളെ അവിടുത്തെ പ്രഷർ കൊണ്ടാണ് അന്ന് അങ്ങനെ അത് ചെയ്തത്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്നെ ജോലിക്കൊന്നും വിടില്ലായിരുന്നു. ഞാൻ തന്നെ നിർബന്ധിച്ച് ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ കുറേ അധികം സഹിക്കേണ്ടി വന്നു. അതിന്റെ പേരില് ഞാൻ സ്വന്തം കാലിൽ നിൽക്കരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുമോ, ഇനി പഴയ പോലെ ആവാതിരിക്കുമോ, അങ്ങനെ പറയുന്നതെല്ലാം കേട്ട് കിടക്കുമോ എന്നുള്ളൊരു ഇതായിരിക്കാം. അത് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാതെ അതങ്ങനെ അതിന്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നായ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നി, എവിടെയെങ്കിലും പോയി, എൻ്റെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഈവൻ ആ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും എവിടെയെങ്കിലും പോയി അടുക്കളപ്പണി എടുത്ത് ജീവിക്കുകയാണേലും ഇതിലും നമുക്കെന്നുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവും എന്നുള്ള നിമിഷത്തിലാണ് 2 കുഞ്ഞുങ്ങൾ, അവർക്കൊന്ന് 3 വയസ്സേ ഉള്ളൂ, അവരെ എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും എന്തിനാ ഓവൻ എടുത്തോണ്ട് വന്നതെന്ന് എനിക്കറിയില്ല. അവിടെ വെച്ചാണ് ഞാൻ ഓവൻ മേടിച്ചിരുന്നത്. ബാക്കി സാധനങ്ങളൊന്നും എടുക്കാതെ, ആ വീട്ടിൽ നിന്നൊന്നും തന്നെ എടുക്കാതാണ് ഞാൻ ഇറങ്ങിയത്. ആകെ എൻ്റെ ഓവൻ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഓവൻ മാത്രം എടുത്തിട്ട് വന്നു. നാട്ടിൽ വന്നവരടുത്ത് ജോലിക്ക് കയറിയെങ്കിലും അവിടെ ഒരു 15 മണിക്കൂർ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെയാണ് ബേക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ ചെന്നൈയിൽ വെച്ചാൽ ഞാൻ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ ഞാൻ അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു. പുള്ളിയാണ് ആദ്യമായിട്ട് എനിക്കൊരു ഓർഡർ തരുന്നത് എൻ്റെ ലൈഫിൽ. ഒരു ഓർഡർ ആദ്യമായിട്ട്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ബിസിനസ് ചെയ്താൽ അവിടെ ഞാൻ എണ്ണ കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ട്. മുടി വളരാനുള്ള എണ്ണയൊക്കെ, അത് ഓർണമെന്റ്സ് ബിസിനസ്, പിന്നെ ഇപ്പൊ റീസെന്റ് ഞാൻ ഗോൾഡ് റിംഗ് ബിസിനസ്, അങ്ങനെ എല്ലാ ബിസിനസ്സും ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഹെയർ ഓയിൽ. അപ്പൊ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ എല്ലാവരും ചോദിക്കുമായിരുന്നു ഇത് ഹെയർ ഓയിലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ വെളിച്ചെണ്ണ വാങ്ങിച്ച് കാച്ചി അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ അപ്പൊ എനിക്ക് അത് പോക്കറ്റ് മണിയാ. അന്ന് എനിക്ക് പൈസക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് ഞാൻ ബുദ്ധിമുട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിയത്. അങ്ങനെ ചെന്നൈയിൽ നിന്നാണ് ഞാൻ ഓവനുമായിട്ട് വന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഇതുപോലെ എനിക്ക് ഓർഡർ കിട്ടി. ഞാൻ ചെന്നൈയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർഡർ ചെയ്ത് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീർത്തി എനിക്ക് എഗ്ലെസ് കേക്ക് ഉണ്ടാക്കി തരുമോ, ഒരു 5 എഗ്ലെസ് കേക്ക് വേണം ഒരു ബ്രാഹ്മിൻ ഫാമിലിയിലേക്ക്. അതാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഓർഡർ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് തീം കേക്കിലേക്ക്, ഇങ്ങനെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സ്റ്റാഫിന്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്, അന്നൊന്നും ബാർബി കേക്ക് ഒന്നും കേരളത്തിൽ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള മെട്രോ നഗരങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അതിനു മുമ്പ് ഇതൊന്നും ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലേ ഇല്ല. അപ്പോൾ അങ്ങനെ അവിടെ ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ബേക്കിംഗ് പഠിച്ചിട്ടില്ല, ഈ ഒരു പാഷൻ്റെ പുറത്ത് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഞാനിത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തവണ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലെ ക്രിസ്മസിനുള്ള എല്ലാ കേക്കുകൾക്കും ഉള്ള ഓർഡർ എനിക്ക് കിട്ടി. അത് അവിടെ ഒരു ചേട്ടൻ സ്പോൺസർ ചെയ്യായിരുന്നു അത്തവണ എല്ലാ സ്റ്റാഫിന് വേണ്ടിയിട്ടും. ആ ചേട്ടൻ എനിക്ക് ഓർഡർ വന്നു. അങ്ങനെ അന്ന് അവർക്ക് വേണ്ടി എല്ലാവർക്കും കേക്ക് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് കുറച്ച് പേര് കേക്കിന് ഓർഡർ വന്നു. അങ്ങനെ തീം കേക്കിലോട്ട് കടന്നു. അതായത് ബർത്ത്ഡേക്ക് വളരെ വെറൈറ്റി ആയിട്ടൊരു കേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ പ്രൊഫൈൽ വെച്ചൊരു കേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഹോബി, സാറിൻ്റെ ഇഷ്ടം, സാറിൻ്റെ പ്രൊഫൈൽ മൊത്തം ചെക്ക് ചെയ്തിട്ട് നമ്മളൊരു യൂണീക്ക് കേക്ക് ഉണ്ടാക്കും. അടുത്തൊരാൾ അങ്ങനെ ഇല്ല, ഓരോ മനുഷ്യരും യൂണീക്കാണ്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടങ്ങള്, ഹോബീസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു റിപ്പീറ്റ് ചെയ്ത് ഒരു ബോറടിക്കുന്ന ഒരു സംഭവം ഇതിൽ വരുന്നേ ഇല്ല. അപ്പോ ഇപ്പൊ എന്താ പറയുന്നത്, കുക്കിംഗ് ഇഷ്ടമായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് മീൻ ചട്ടിയാണ്, കറിയുള്ള മീൻ ചട്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഒരു പോലീസ് യൂണിഫോം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ വെറൈറ്റി ഒരു തവണ ചെയ്യുന്നത് ഒരിക്കലും എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കര മടിയാണ്. അങ്ങനെ തന്നെ ഉണ്ടാക്കി തരുമോ കീർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അങ്ങനെ തന്നെ ഉണ്ടാക്കി തരാം, നമുക്ക് വേറെ രീതിയിൽ ഉണ്ടാക്കാം എന്ന് പറയും. കാരണം എനിക്ക് ഭയങ്കര മടുപ്പാണ്, എനിക്ക് ഒരു കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് എന്ത് കാര്യത്തിലായാലും റിപ്പീറ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് കേക്കിന്റെ ഡിസൈനിലും റിപ്പീറ്റ് ചെയ്യാറില്ല. അങ്ങനെ തീം കേക്കിലേക്ക് അങ്ങനെ ജോലി ഇതും കൂടെ ഒന്നിച്ചു കൊണ്ടുപോയി. പിന്നെ എനിക്ക് തോന്നി ജോലിനെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ജോലി ബേക്കിംഗ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഇത്രയും നേരത്തെ നഴ്സിംഗ് ജോലി കഴിഞ്ഞിട്ട് വന്ന് അതിൻ്റെ കൂടെ ഇതുകൂടെ ചെയ്ത് ഏൺ ചെയ്യുന്നു എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ തന്നെ മാറി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് ഇത് നിന്റെ ഫീൽഡ് അല്ല, നഴ്സിംഗ് നിന്റെ ഫീൽഡ് അല്ല, നിന്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇത് വേറെയാണ്. എൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കും, അത് തിരഞ്ഞെടുക്കണോ ഇത് തിരഞ്ഞെടുക്കണോ എന്നുള്ളത്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരാണ്. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, അത്രയും നമുക്ക് ഏണിങ്സ് വരുന്ന ഒരു ഫീൽഡാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനെ കേൾക്കണോ അല്ലെ എൻ്റെ ഇഷ്ടത്തിനെ കേൾക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പം എനിക്ക് നിന്റെ മനസ്സിനെ കേക്ക് എന്ന് തന്നെയാണ് എനിക്ക്. നീ നിന്റെ പാഷന്റെ പുറകെ പോകും, നിനക്ക് ഇതിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് കിട്ടി. പക്ഷെ അന്ന് എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത് എനിക്ക് വട്ടാണെന്നാണ്. പിന്നെ പലപ്പോഴും എന്നോട് സംസാരിച്ച ആൾക്കാർ പോലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ അന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ അച്ഛനെ അമ്മയൊക്കെ ഒത്തിരി പേര് വിഷമിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത്. കൊച്ചിത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നല്ലോ. അന്നെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല എൻ്റെ ഒരു കേക്കിന്റെ വില ഇത്ര. അപ്പോ അവരൊക്കെ വിചാരിക്കുന്നു ഒരു കേക്ക് കൊടുക്കാൻ വേണ്ടി ട്രിവാൻഡ്രം പോയിട്ട് വരുന്നോ, ഇവക്ക് എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെയാണ്. അപ്പൊ ഞാൻ രാത്രി പകല് ഇല്ലാണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി KSRTC ബസ്സിൽ കയറിയാണ്. അന്ന് എനിക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എരുമേലിയിൽ നിന്ന് അപ്പോഴാണ് ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തത്. ഡിപ്പോയിൽ നിന്ന് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും സർവീസുകളും ഉണ്ടായി. അപ്പൊ എനിക്ക് കേക്ക് ഉണ്ടാക്കുക, അച്ഛൻ അന്നൊന്നും ഈ കേക്ക് ബോക്സസ് ഒന്നും അവൈലബിൾ അല്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഈ കറക്റ്റായിട്ടുള്ള കേക്ക് ബോക്സസ് ഒക്കെ കിട്ടുന്നത്. അച്ഛൻ പാവം ഏതൊക്കെയോ നമുക്ക് പരിചയമുള്ള ബേക്കറികളിലൊക്കെ പോയി, കടകളിൽ പോയി അതിന് കറക്റ്റായിട്ടുള്ള കേക്ക് ബോക്സസ് അല്ല, കാർഡ്ബോർഡ് ബോക്സസ് ഒക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് എൻ്റെ ആ ബോക്സിന്റെ രൂപത്തിലൊക്കെ ആക്കി. ഞാൻ രാവിലെ എണീക്കുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങില്ല. അച്ഛൻ 4 മണി 3 മണിക്കൊക്കെ എണീറ്റ് വന്ന് ഇതെല്ലാം സെറ്റാക്കി, അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയാകാൻ പോകുന്ന സമയത്ത് അച്ഛൻ ഇതെല്ലാം സെറ്റാക്കി വെക്കും. സെറ്റാക്കി എന്നെ കൊണ്ടുപോയി, ഞാൻ പോകാൻ സമയത്ത് എന്നെ ഡിപ്പോയിൽ കൊണ്ട് ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് അച്ഛൻ വീട്ടിലേക്ക് വരും. അതുപോലെ തന്നെ ഞാൻ വന്നിറങ്ങുന്നത് ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും. അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കേക്ക് ഉണ്ടാക്കി, ഞാൻ ഉണ്ടാക്കി വെക്കലില്ല. കേക്ക് ഉണ്ടാക്കി രാവിലെ തന്നെ ബസ്സിൽ കയറി കൊണ്ടു കൊടുത്ത് തിരിച്ച് വീട്ടിൽ വരുന്നത് ഒരു സമയം വരെ ഞാൻ ചിലപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്നുവെച്ചാൽ എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്താണ് പോകുന്നത്.
അപ്പോൾ അവിടെ ഇറങ്ങി കഴിച്ചാൽ എങ്ങനെയാ, ഈ ബസ് പോവുമോ? അപ്പോൾ അന്നത്തെ ആ ഒരു പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ അപേക്ഷിച്ചുള്ള എല്ലാ പേടികളും എനിക്കും ഉണ്ടായിരുന്നു. ഈവൻ എൻ്റെ ചിന്തയിൽ അന്ന് എറണാകുളം പോലും വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകളോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ബസ് പോയാൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിൽ, അതുമല്ല എനിക്ക് തിരിച്ച് വേഗം മേടിച്ച് എന്നിട്ട് വേണം അടുത്ത കേക്ക് ഉണ്ടാക്കി കൊടുക്കാനുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ട്, തീരെ ചെറിയ പ്രായമാണ്, തന്നെ അമ്മയ്ക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ധൃതി പിടിച്ചുള്ള ഒരു ഇതായിരുന്നു. രാവിലെ തന്നെ ഇവിടെ രാവിലത്തെ ബസ്സിന് 6 മണിക്കത്തെ ബസ്സിന് എറണാകുളത്തിന് വരും. കേക്ക് ഞാൻ അവർ പറയുന്ന സ്ഥലത്ത്, ചിലർ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ എഴുതും. പിന്നെ ചിലർ KSRTC ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും അന്നത്തെ ആൾക്കാർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. അവർക്ക് ഞാൻ ചെയ്യുന്ന ജോലിയോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ ഞാൻ ചോദിക്കും, ചേട്ടാ എപ്പോഴാണ് പോകുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ കാണുമോ? എന്നിട്ട് നമ്പർ ഞാൻ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഈ കേക്ക് കൊണ്ട് കൊടുത്തിട്ട് ഓട്ടോയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ അല്ലെ അവരെന്നെ വിളിച്ചു പറയും, ഇത് ബസ് എടുക്കാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പിടിച്ച് പോരും. എന്നിട്ട് തിരിച്ച് ആ ബസ്സിന് ഞാൻ നാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ. നമുക്കൊരു വഴികളും ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, എന്റെ കേക്ക് എത്തിക്കാൻ എനിക്ക് സമയമില്ല, അല്ലെ എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് വിചാരിച്ചിരുന്നാ ഇല്ല. എനിക്ക് കാറില്ലല്ലോ, എനിക്ക് ബൈക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതൊന്നും ഒരു മറുപടിയേ അല്ല, ഒരു തടസ്സമേ അല്ല. നമുക്ക് ജീവിക്കണോ, നമുക്ക് മക്കളെ വളർത്തണോ, നമുക്ക് പാഷൻ ഉണ്ടോ? ഈ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയിൽ നമുക്ക് പാഷൻ കൂടി വേണം. അല്ലെങ്കിൽ നമ്മളത് ഒരു മാസം ചെയ്താൽ മടുക്കും. ഇപ്പൊ ഈ ബേക്കിംഗ് ആണെങ്കിലും പിന്നെ ഈ ഓരോ ഇടത്ത് കൊണ്ട് കേക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം. ചിലപ്പോൾ അന്ന് എനിക്ക് ഓർഡർ കൂടുതലും ഗൾഫിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. നാട്ടിൽ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ ഇവർ ചെയ്യുന്നത് എന്നെ വിളിച്ച് ഓർഡർ ചെയ്യായിരിക്കും, സർപ്രൈസ് ആയിട്ട്. അപ്പൊ ഈ കിട്ടുന്നവരുടെ ഒരു ഭയങ്കര സന്തോഷം, കൊടുത്തവർക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതൊക്കെ എൻ്റെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കീർത്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് കീർത്തി അത് ഇത് ചെയ്തല്ലോ. ഞാൻ ഒത്തിരി റിസ്ക് എടുത്തു. പ്രളയത്തിലൊക്കെ ഞാൻ നീന്തിപ്പോയി കേക്ക് കൊടുത്തു തന്നു. നമ്മൾ ഓർഡർ എടുത്താൽ പിന്നെ അതെന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. ഓർഡർ എടുത്ത് ഞാൻ ഒരിക്കലും കേക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു ഇടവരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലതവണ അമ്മ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. എൻ്റെ വീട്ടിലും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പലതവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴും അമ്മയ്ക്ക് അറിയാം ഞാൻ ഈ ഒരു ബേക്കിംഗ് ഇതിൽ എത്രമാത്രം ഇൻവോൾവ് ആണ് എന്നുള്ളത്. എത്ര വയ്യാത്ത ഒരവസ്ഥയാണേലും അമ്മ പറയും, നീ പോയി കൊടുത്തിട്ട് വന്നാൽ മതി. അത് എൻ്റെ സിസ്റ്റർ ആണേലും അച്ഛനാണേലും എല്ലാവരും ആ ഒരു സപ്പോർട്ട്, മോനെ നീ പോയി ചെയ്തു എന്നുള്ള എന്നിട്ട് കൊടുത്തിട്ട് വന്നാൽ മതി എന്നുള്ള ആ ഒരു സമാധാനം നമുക്ക് കിട്ടും. നമ്മൾ ടെൻഷൻ അടിച്ചായിരിക്കും നമ്മൾ ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും കൊടുക്കാതിരിക്കേണ്ട ഒരവസ്ഥ നമുക്ക് ഇതുവരെ ദൈവം വരുത്തിച്ചിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞാൽ ഭർത്തൃ വീട്ടിൽ നിന്നോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ അവർ പ്രതീക്ഷിച്ചൊരു ജീവിതമായിരിക്കില്ല പലപ്പോഴും ഉണ്ടാകുന്നത്. അവർ സ്വപ്നം കണ്ട ജീവിതമായിരിക്കും കിട്ടുക. രണ്ടുപേരും ഒത്തു ജീവിച്ചാൽ മാത്രമേ മക്കളുമൊക്കെ ആയിട്ടൊരു നല്ലൊരു കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കീർത്തിയെ സംബന്ധിച്ച് കീർത്തി പ്രതീക്ഷിച്ച ഒരു ജീവിതമല്ല വിവാഹത്തിൽ നിന്ന് ലഭിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കീർത്തി അവിടെ പരാജയപ്പെടാൻ തയ്യാറായില്ല. കീർത്തി ജീവിതം തുടർന്നു സക്സസ്ഫുള്ളായി തന്നെ. അപ്പോൾ ഭർത്താവിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും മക്കളുമായി സക്സസ്ഫുള്ളായി ജീവിക്കാം, എങ്ങനെ ജീവിതം നന്നായി ജീവിച്ചു പോകാമെന്നാണ് കീർത്തി കാണിച്ചത്. എന്താ കീർത്തി അതിനെപ്പറ്റി പറയാനുള്ളത്? എല്ലാ സ്ത്രീകളും നമ്മളെ എല്ലാവരെയും വളർത്തിക്കൊണ്ട് വരുന്നത്, ഈവൻ എൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ ഇനി ഒരു കുടുംബത്തിലേക്ക് പോകേണ്ടതല്ലേ, നീ അവിടെ ജീവിക്കേണ്ടതല്ലേ, അല്ലെ അവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരാളല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ വളർന്നു വന്ന ഒരു സമയത്ത് മോസ്റ്റ്ലി എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മമ്മയൊക്കെ ആണെങ്കിൽ പോലും നീ നിൻ്റെ സ്വന്തം കാലിൽ നിന്നാൽ നിനക്ക് കൊള്ളാം എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പെൺകുട്ടികളും, ആൺകുട്ടികൾ ഇച്ചിരി പഠിക്കാൻ ഉഴപ്പിയാൽ പോലും പെൺകുട്ടികളെ വളരെയധികം സ്വാശ്രയശീലം വളർത്താൻ അമ്മമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ഓരോരുത്തരും അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് എനിക്കും ഇപ്പം എൻ്റെ അനിയത്തിക്കും ഒക്കെ ആണെങ്കിലും നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ജീവിക്കാം. പക്ഷെ ആ പഠനം കൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല. ഞാൻ എന്നാലും നമുക്കതൊരു ബലമാണ്. ഇപ്പം ബേക്കിംഗ് ഇല്ലെങ്കിലും നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏതൊരു പെൺകുട്ടിക്കും വേണ്ടത്
ഏത് ജോലി എടുത്തും ഞാൻ ജീവിക്കും. ഭർത്താവിനെ ആശ്രയിക്കാൻ കുടുംബജീവിതം ഒരാളെ നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിൽ നമ്മളൊരു പ്രൊഫഷൻ ഏതാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ മീൻ കച്ചവടം വരെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നാണക്കേടില്ലാതിരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ നാണക്കേട് വരുത്തേണ്ട കാര്യമില്ല, നാണക്കേട് വരേണ്ട കാര്യമില്ല. അത് നമ്മൾ ഒരിടത്ത് കക്കാൻ പോകുന്ന പോലെ അല്ലെ ഒരാളെ പറ്റിച്ചോ അല്ല അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല ഏതൊരു ജോലി നമുക്ക് ചെയ്യാം. ഇപ്പൊ മീൻ കച്ചവടം ചെയ്യുന്നതിൽ എന്താണ് നാണക്കേട്? ഒരു സ്ത്രീക്ക് ഒരു ആണിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും പെണ്ണിനും ചെയ്യാൻ പറ്റും. കായികമായിട്ട് വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ എന്നാൽ പോലും പല ബിസിനസ്സുകളും ഇന്ന് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ ഏതൊരു പെണ്ണിനാണ് പറ്റാത്തത്? പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ തൊട്ടേ ആ ഒരു പ്രായം തൊട്ടേ നമ്മൾ അത് ശീലിപ്പിക്കണം. ഇപ്പൊ നീ ആണാണ്, എനിക്ക് 2 മക്കളുണ്ട്, അവരൊരാണും ഒരു പെണ്ണുമാണ്. ഒരു കാര്യത്തിലും ഞാൻ മോളെ മാറ്റി നിർത്താറില്ല, അല്ലെങ്കിൽ നിനക്കിത് പറ്റില്ല, മോനോടും അതുപോലെ പറയാറില്ല. വീട്ടിലെ ജോലികളാണേലും ഈക്വൽ ആണ് എല്ലാവർക്കും. മോൻ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മോൾ ക്ലീൻ ചെയ്യണം, മോള് കുക്ക് ചെയ്യുകയാണെങ്കിൽ മോൻ ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ തുണി നനച്ച് വിരിച്ചിടുകയാണെങ്കിൽ ബാക്കി ജോലികൾ അവര് ചെയ്യണം. അതൊരു പ്രായം തൊട്ടേ അവരെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് അവർക്കും എന്ത് ചെയ്യണം, ഇത് അടുത്തത് എന്ത് ചെയ്യണം. അല്ലെ ഇപ്പൊ ഞാനില്ലെങ്കിലും അവർക്ക് 12 വയസ്സായി, അമ്മ ഇല്ലെങ്കിലും കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അവർക്ക് വ്യക്തമാണ്. അതുപോലെ ഏതൊരു പെൺകുട്ടി മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ആൺകുട്ടി ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സൂയിസൈഡ് ചെയ്യാണ്. ചിലപ്പോൾ വീട്ടില് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സാർ വിസ്മയുടെ കാര്യമാണെങ്കിൽ പറഞ്ഞു, വിസ്മയ വീട്ടിൽ പലതവണ വിളിച്ചു പറഞ്ഞിരുന്നു, അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ അവർക്ക് ഒരു സപ്പോർട്ട് പലയിടത്തു നിന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഞാൻ ഡോക്ടറായിട്ട് തന്നെ ജോലി ചെയ്യണമെന്നില്ല. ആ ഒരു പഠിത്തം വെച്ച് ജോലി ചെയ്യാന്നുള്ള എന്തെല്ലാം ഇതുണ്ട്. അല്ലെ ഈ ഫാമിലി തന്നെ കൂടില്ല, ഫാമിലി ഇല്ലാത്ത ആൾക്കാർ ജീവിക്കുന്നുണ്ട്. എത്രയോ ഫാമിലി തള്ളിക്കളഞ്ഞ സ്ത്രീകൾ വളരെ കരുത്തരായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും പാമ്പർ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കരുത്തുറ്റ ഒന്നും വളർന്നു വരില്ല. നമ്മൾ ഇപ്പൊ ഈവൻ എൻ്റെ ആണെങ്കിൽ പോലും മര്യാദയ്ക്ക് ഒരു ലൈഫ് അങ്ങനെ പോയിരുന്നെങ്കിൽ ആ ഒരു ഫ്ലോയിൽ പോയി ചെന്നൈയിലെ ഏതോ ഒരു കിച്ചണിൽ കിടക്കേണ്ട ആളാണ് ഞാൻ. ഇപ്പൊ ഞാനത് ഓർക്കുമ്പോൾ വളരെയധികം താങ്ക്ഫുള്ളാണ്. ഇപ്പൊ ഞാൻ അവർക്ക് അന്ന് കുറേയധികം കഷ്ടപ്പെട്ടു, സങ്കടപ്പെട്ടു, കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഞാൻ ഓർക്കും, അന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർ എന്നെ അറിയില്ല. അല്ലെ എനിക്ക് ഇതുപോലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ആളായിട്ട് വളർന്നു വരാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു റോൾ മോഡലായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ ഏതോ ഒരു കിച്ചണിൽ ഒതുങ്ങിപ്പോയേനെ, ഇങ്ങനെ ടിവിയും കണ്ട് കിച്ചണിലെ കാര്യങ്ങളും വളരെ കാമായിട്ട് പോയേനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ നിന്നും എണ്ണ കച്ചവടവും ഓർണമെന്റ്സ് ബിസിനസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നമുക്കുള്ളത് കുറച്ചാണേലും 100 രൂപയാണേലും കയ്യിൽ വരണം. അത് ഞങ്ങളുടെ അമ്മയൊക്കെ വളർത്തിയതാണ്. എന്താന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ പറയായിരുന്നു, കുരുമുളക് പൊഴിഞ്ഞു വീഴുന്നത് നിലത്ത് വിളക്കി കൊടുത്തു കഴിഞ്ഞാല് 10 രൂപ തരാന്ന് പറയും. അന്ന് 10 രൂപ ഭയങ്കര സംഭവമാണ്. കാരണം അന്ന് 1 രൂപയ്ക്ക് 10 നാരങ്ങ മുട്ടായി കിട്ടും, അല്ലെ തേൻ മുട്ടായി കിട്ടും. അപ്പൊ 10 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ് അന്ന്. അത് എന്നോട് മാത്രമല്ല, നമ്മുടെ ആ ഭാഗത്തുള്ള ഒത്തിരി കുട്ടികളുണ്ട്, എല്ലാവരോടുമാണ്. അമ്മമ്മ നോക്കുമ്പോ അമ്മമ്മയ്ക്ക് ഈസിയാണ്, ഈ പൊഴിഞ്ഞു പോയത് മുഴുവൻ കയ്യിൽ വരും. പൊഴിഞ്ഞു പോയ കാപ്പിക്കുരു ആയാലും പിന്നെ കുരുമുളക് കയ്യിൽ വരും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും വലുതാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയാണ് കയ്യിൽ പൈസ എങ്ങനെ വരുത്താം എന്നുള്ളത്. അതേപോലെ എന്റെ ആദ്യത്തെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിന്ദൂര കച്ചവടമായിരിക്കും. എരുമയില് എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി സ്വാമിമാർ അന്ന് വരും. അന്ന് ഇവർക്ക്, ഞങ്ങളൊക്കെ കൊച്ചാണ്, അന്ന് ഒരു 6-7 വയസ്സൊക്കെ കാണുള്ളൂ. അന്ന് അമ്മമ്മ 100 രൂപ തന്നിട്ട് പറഞ്ഞു കച്ചവടം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അറിയില്ല, എന്ത് കച്ചവടം വേണമെങ്കിലും ചെയ്തു. പക്ഷെ അന്നൊന്നും നമ്മുടെ ഒന്നും ഫാമിലിയിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു അമ്മമ്മ ഞങ്ങളോടൊക്കെ അങ്ങനെ പറയാന്ന് പറയുന്നത്. ഇന്നുപോലും പിള്ളേർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. 100 രൂപ എന്നിട്ട്, അന്ന് 100 രൂപ വലിയ കാര്യമാണ്. 100 രൂപ എന്നിട്ട് പറഞ്ഞ് എന്ത് വേണേലും കച്ചവടം ചെയ്തു. അപ്പൊ ഞങ്ങൾ പിള്ളേരെന്ന് ആലോചിച്ചു, നാരങ്ങാവെള്ളം കച്ചവടം ചെയ്യണോ, പിന്നെ സിന്ദൂരം കച്ചവടം ചെയ്യണോ. അങ്ങനെ പോയി കുറച്ച് സിന്ദൂരം, ശരക്കോല്, കച്ച ഇതൊക്കെ വാങ്ങിച്ച. അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഈ കടയിലൊക്കെ കാണുമല്ലോ വിൽക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മളുടെ സ്ഥിരമായിട്ട് വരുന്ന സ്വാമിമാരായതുകൊണ്ട് അവർ നമുക്ക് നിർലോഭമായിട്ട് പൈസ ചെയ്തു. അവര് മറ്റേ തട്ടോടെടുത്തോണ്ട് പോയിട്ട് ഒരു എമൗണ്ട് ഇങ്ങനെ തന്നു. ആഹാ കൊള്ളാലോ പരിപാടി എന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം
ഈ സെയിം പരിപാടി. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടത്തിന് സ്വാമിമാർ വരും. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഞാനൊക്കെ കേൾക്കുക, എൻ്റെ അമ്മയുടെ ഒക്കെ കുട്ടിക്കാലം തൊട്ട് വരുന്നവരാണ്. പിറ്റേ ദിവസം ഞങ്ങൾ അതിൻ്റെ കൂടെ മറ്റേ കമ്പിളി നാരങ്ങ ആഡ് ചെയ്തു, എക്സ്ട്രാ വരുമാനം. അങ്ങനെ അതിലൂടെ നാരങ്ങ വെള്ളം, ഇതൊക്കെ ചെറിയൊരു സെറ്റപ്പിലാണ് തുടങ്ങിയെങ്കിലും പിള്ളേരെല്ലാം കൂടെ ആകുമ്പോൾ ഇവർക്കും ഒരു സന്തോഷമായിരുന്നു, കുഞ്ഞുങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ പൈസ കിട്ടി. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല, ആരുമില്ല. ഞാനായിരിക്കും ആദ്യത്തെ ബിസിനസ്.